ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സേമിയ വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ സേമിയ പായസം ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടാണ് വരുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സേമിയ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം, കാഷ്നട്ട്, പിസ്ത, പിന്നെ കുറച്ച് റൈസൻസും ഡേറ്റ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഈന്തപ്പഴം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ ആയതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട. അല്ലെങ്കിൽ നിങ്ങൾ റോസ്റ്റഡ് അല്ലാതാണ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 750 ml പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ലിറ്ററും പിന്നെ അതിൻ്റെ പകുതി പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ പാലിൽ തന്നെ കിടന്നിട്ട് വേണം സേമിയ വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് അനുവദിക്കാം. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കൂട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. കാരണം നമ്മളിതിൽ ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സേമിയ പായസം തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി അത്യാവശ്യം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. ഇത് സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചൊരു കുറുകിയ മോഡലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ആ ഒരു പരുവത്തിലുള്ള തിക്നെസ്സിൽ എടുക്കണം. അങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് കുറച്ച് വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ സേമിയ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇപ്പം നമ്മുടെ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു പായസം ശരിക്കും കുറച്ച് തണുപ്പിച്ച് കഴിക്കുന്നതായിട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഫ്താറിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്